ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളെയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷ. എല്ലാവരും അടിപൊളിയായി തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സൂപ്പർ 60 കൂടിയുണ്ട്. ഈ രണ്ട് ലൈവിൽ പറയുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഇവയിൽ നിന്ന് തന്നെയാണ് നാളത്തെ നിങ്ങളുടെ ചോദ്യ പേപ്പർ ഉണ്ടാവാൻ പോകുന്നത്. ആരും ഈ രണ്ട് ലൈവ് മിസ്സാക്കരുത്. എന്തായാലും ഇന്നത്തെ സൂപ്പർ 60 കൂടി നിങ്ങൾ എല്ലാവരും കാണണം. ലേറ്റ് ആക്കുന്നില്ല, നമ്മളിപ്പോൾ ഈ വീഡിയോയിലോട്ട് കടക്കാൻ പോവുകയാണ്. എന്താണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പ്രകാരമുള്ള ഒരു ചോദ്യ പേപ്പറാണ് നൽകാൻ പോകുന്നത്. ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓൾമോസ്റ്റ് അതേ വെയിറ്റേജിൽ അവിടെ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകാൻ പോവുകയാണ്. റെഡിയല്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ കാണുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കുമോ? അങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി എത്ര മാർക്കായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ലഭിക്കുകയാണെങ്കിൽ കിട്ടുക എന്ന കാര്യം കൂടി താഴെ എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഉത്തരങ്ങൾ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ സൂപ്പർ 60ലും ഇന്നലത്തെ 100% ഷുവർ ക്വസ്റ്റ്യൻസിലും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഗൈസ്, ലേറ്റ് ആക്കുന്നില്ല, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ബാക്കിയുള്ള ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഇന്നത്തെ സൂപ്പർ 60ൽ ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി തിരിച്ചറിയുക കേട്ടോ. സോ ഒട്ടും ലേറ്റ് ആക്കാതെ കാര്യങ്ങളിലോട്ട് കടക്കാൻ പോവുകയാണ്. സോ ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് കാറ്റഗറി. അതായത് ഏതെങ്കിലും 7 ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 മാർക്ക് വീതമാണ് ഒരു ചോദ്യത്തിന് ലഭിക്കുക. തുടങ്ങിയാലോടാ? തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ചാർജസ് എന്ന് വരാൻ തന്നെയാണ് സാധ്യത. കാരണം അവയ്ക്ക് വലിയ ഭീമമായ വെയിറ്റേജിൽ 8 മാർക്കൊന്നും വെയിറ്റേജ് ഉണ്ടാവില്ല. 3-4 മാർക്ക് മാത്രമേ ഇലക്ട്രിക് ചാർജസിനും കപ്പാസിറ്റൻസിനൊക്കെ ഉണ്ടാവത്തുള്ളൂ. സോ അതിൽ നിന്ന് ഇതുപോലുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിൽ നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ് എന്ന കാര്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 1 മാർക്കിന്റെ ചോദ്യം. തേർഡ് ക്വസ്റ്റ്യൻ, കമോൺ. മൂന്നാമത്തെ ചോദ്യം, അതായത് നമ്മുടെ സ്വന്തം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ലെൻസസ് ലോ എന്ന് പറഞ്ഞു വെച്ചാൽ എന്തിന്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോ ആണ് ലെൻസസ് ലോ. അത് സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം, എങ്കിലും അത് എന്തിന്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന ചോദ്യമാണ്. സ്പീഡ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മീഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. വാക്വം അല്ല, മീഡിയത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എന്താണ് എന്നതാണ് ചോദ്യം. കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് അറിയണം. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയണം. 1/√of μ∈. ആ പറയുന്ന ഫോമുല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്. അടുത്ത നെക്സ്റ്റ് വൺ നമ്മുടെ റേ ഒപ്റ്റിക്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവർ നൽകിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫോമുല എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ അതേ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ട് പ്രൊസീഡ് ചെയ്യണം ഇതുപോലൊരു ചോദ്യം വന്നാൽ. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം. LCR സർക്യൂട്ട്, പവർ ഫാക്ടർ. യെസ്, ഗ്രേറ്റ്, അടിപൊളി. നമ്മുടെ സ്വന്തം AC സർക്യൂട്ടുമായി ഓറിയന്റഡ് ആയ ചോദ്യമാണ്. പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. ഏതിൻ്റെയാണ്? പ്യുവർലി ഇൻഡക്റ്റീവും പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെയും പവർ ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെയും കപ്പാസിറ്റീവ് സർക്യൂട്ടിനെയും പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടിലും ഫേസ് ഡിഫറൻസ് എന്താണെന്ന് ആലോചിക്കുക, പവർ ഫാക്ടർ അങ്ങ് പെട്ടയ്ക്കുക. റൈറ്റ്, മുന്നോട്ട് പോകാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് ഇന്നലത്തെ ലൈവിൽ കൂടി ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് മക്കളെ? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എഴുതാൻ സാധിക്കണം. ഇതാണ് 1 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്. അടുത്ത ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. 2 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നു. 8 മുതൽ 15 വരെ 2 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. അതിലേതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതാൻ സാധിക്കണം. ഒന്നാമത്തെ ചോദ്യം, ഏതാണ് ചാപ്റ്ററിനെ പറ്റി ഒരു സംശയവും നിങ്ങൾക്ക് വേണം. നമ്മുടെ സ്വന്തം കറണ്ട് ഇലക്ട്രിസിറ്റി ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഗ്രാഫ് ഉണ്ടല്ലോ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി, അതിൻ്റെ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, അലോയ്, ഇവ 3ഉം നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്നത് കണ്ടക്ടറും സെമി കണ്ടക്ടറുമാണ്. പക്ഷെ 3ൻ്റെയും ഗ്രാഫ് കൃത്യമായി അറിഞ്ഞിരിക്കണം. 3ൻ്റെയും ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, അലോയ്സ് എല്ലാത്തിനെയും പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ആ പറയുന്ന അലോയ്സ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായി, മാഗ്നാനിക് എന്ന് പറയുന്ന അലോയ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ ഒക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വൺ, ലോറൻസ് ഫോഴ്സ് എന്താണ്? അതുപോലെ തന്നെ ഇത് മൂവിങ് ചാർജ് മാഗ്നറ്റിസം ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ലോറൻസ് ഫോഴ്സ് എന്താണ്? ഒരു ചാർജ്, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാത്ത് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പാത്ത് ഉണ്ടാവുക? ഹെലിക്കൽ ആണോ അതോ സർക്കുലർ ആയിരിക്കും എന്ന കാര്യമൊക്കെ കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ. യെസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് ഇതുപോലൊരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ബിഹേവിയർ ആണ് നൽകിയിരിക്കുന്നത്. ഇതേത് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന കാര്യം അറിയണം. ഇതേ മെറ്റീരിയൽ വരണമെന്നില്ല. ഏത് മെറ്റീരിയലിന്റെ ചിത്രം നൽകിയിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്തിരിക്കണം. റൈറ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ,
എ സിയിൽ നിന്നുള്ള ചോദ്യമാണ്. റെസൊണൻസ് കണ്ടീഷനിൽ സീരീസ് LCR സർക്യൂട്ട് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുക? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. അതുപോലെ തന്നെ റെസൊണൻസ് ഫ്രീക്വൻസി കൂടി ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈസി ആയ ചോദ്യമാണ്, കണ്ണുമടച്ച് പെടയ്ക്കാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ റെസൊണൻസ് കണ്ടീഷനിൽ അത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ് നമുക്ക് മനസ്സിലായി. സിമിലർ വേ റെസൊണൻസ് കണ്ടീഷനിലുള്ള പവർ ഫാക്ടർ എന്താണ്, ഫേസ് ഡിഫറൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യം, ആവറേജ് പവർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓറിയന്റഡ് ആയി വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് അവർ നൽകിയിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. E0/B0 = C എന്ന് പറയുന്ന ഫോർമുല വെച്ച് പഠിക്കുക. നെക്സ്റ്റ് വൺ വേവ് ഒപ്റ്റിക്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. എന്താണ് വേവ് ഫ്രണ്ട്, അതുപോലെ തന്നെ ഓരോ സോഴ്സുകളും അതിന്റെ വേവ് ഫ്രണ്ടും എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ 14ാമത്തെ ചോദ്യം റേ ഒപ്റ്റിക്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. പവറിന്റെ SI യൂണിറ്റ് എന്താണ്? ഒരു ഫോക്കൽ ലെങ്ത് നൽകിയിട്ട് പവർ കണ്ടുപിടിക്കുക. മക്കളെ, ഫോക്കൽ ലെങ്ത് മീറ്ററിൽ തന്നെ ആണ് എന്ന കാര്യം മെൻഷൻ ചെയ്യണം. ഇവിടെ മീറ്ററിലാണ്. സപ്പോസ് സെന്റിമീറ്ററിലാണെങ്കിൽ മീറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാൻ, പവർ കണ്ടുപിടിക്കാൻ എന്ന കാര്യം തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. നമ്മുടെ EMI ഓറിയന്റഡ് ആയ ചോദ്യമാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് BA കോസ്റ്റിനെ വെച്ച് പഠിക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ നമുക്ക് 3 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 16 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ 6 എണ്ണത്തിനെ അപ്രോച്ച് ചെയ്യണം. 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ടോർക്ക് വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അവയിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റികൾ ടോർക്കിന് തന്നെയാണ്. ടോർക്കിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. എപ്പോഴാണ് മാക്സിമം, എപ്പോഴാണ് മിനിമം, ഏത് ആംഗിളിലാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ഏത് ആംഗിളിലാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന കാര്യം പഠിക്കുക. ഇതുപോലൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അതിന്റെ കൂടെ വരാൻ പോസിബിലിറ്റി ഉണ്ട്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡിറൈവ് ചെയ്യുക. C=A∈0/D എന്ന് പറയുന്ന ഡെറിവേഷൻ പരീക്ഷയിൽ പോസിബിലിറ്റി ഉള്ളതാണ്, പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ആംപിയർ സർക്യൂട്ടൽ തിയറം, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കൂടി പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം, നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചോദ്യം. സിമിലർ വേ കമ്പയർ പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം. സോ ഈ പറയുന്ന 2 മാഗ്നറ്റിക് മെറ്റീരിയൽസിനെയും കമ്പയർ ചെയ്യുക, പ്രോപ്പർട്ടീസ് വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ചിത്രം വരച്ചുകൂടി കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ മാലസ് ലോ, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ, ഹൈഗൻ പ്രിൻസിപ്പിൾ വഴി വെരിഫൈ ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. റിഫ്രാക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ചോദിക്കാം, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ചോദിക്കാം. രണ്ടും ഇന്നത്തെ സൂപ്പർ 60 റിഫ്ലക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ചോദിക്കാം. രണ്ടും ഇന്നത്തെ സൂപ്പർ 60 നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ ഏതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ ആണ്. കപ്പാസിറ്ററിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്ടർ ആണ്, ഏതെങ്കിലും ഒന്ന് 100% ഷുവർ ആണ്. കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. ഇവയുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് കൂടി പ്രിപ്പയർ ചെയ്യണേ. ന്യൂമറിക്കൽസ് ഇന്നത്തെ സൂപ്പർ 60 ഞാൻ കുറേ ന്യൂമറിക്കൽസ് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ന്യൂമറിക്കൽസ് കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം കേട്ടോ. അടുത്തത് എഗെയിൻ നമ്മുടെ സ്വന്തം EM വേവ്സ് എന്നുള്ള ചോദ്യമാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയഗ്രാം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വേവ് നമ്പറിന്റെ യൂണിറ്റ് എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റൈറ്റ്? അടുത്തത് 4 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി, 23 മുതൽ 26 വരെ. റൈറ്റ്? സോ അതിൽ ആദ്യത്തെ ചോദ്യം ഇംപിഡൻസ് ഡിറൈവ് ചെയ്യുക. നമ്മുടെ സ്വന്തം AC നിന്നുള്ള ചോദ്യമാണ്. ഇംപിഡൻസ് 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഫേസർ ഡയഗ്രാം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം, എന്നിട്ട് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. അടുത്തത് വിസ്ഡം ബ്രിഡ്ജിന്റെ ബാലൻസിംഗ് കണ്ടീഷൻ ആണ്. അടുത്ത 3 മാർക്കിന്റെ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ് വിസ്ഡം ബ്രിഡ്ജിന്റെ ബാലൻസിംഗ് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്? കൊയാക്സിയൽ സോളിനോയിഡിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിറൈവ് ചെയ്യുക. EMI ഓറിയന്റഡ് ആയ ചോദ്യമാണ് പരീക്ഷയിൽ പോസിബിലിറ്റി ഉള്ള ചോദ്യം. നെക്സ്റ്റ് വൺ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ. പൊതുവെ 3 മാർക്കൊക്കെ ആണെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല മാത്രമേ ചോദിക്കത്തുള്ളൂ. 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിലേ ഇതുകൂടി ഡിറൈവ് ചെയ്യാൻ പറയത്തുള്ളൂ. ഞാനിവിടെ ആഡ് ഓൺ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്. സോ 3 മാർക്കാണെങ്കിൽ സിംപ്ലി ലെൻസ് മേക്കേഴ്സ് ഫോർമുല, 4 മാർക്കാണെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല കൂടെ ഒരു ന്യൂമറിക്കൽ. റൈറ്റ്? അടുത്തത് ഇനി 5 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നു. 5 മാർക്ക് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്. റെഡി അല്ലേ? 5 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാൻ തയ്യാറാണോ? എല്ലാവരും റെഡിയാണോ? ലേറ്റ് ആക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. സോ 5 മാർക്കിന്റെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ 27 മുതൽ 30 വരെയുള്ള ചോദ്യം. റൈറ്റ്? പാടാ. അതിൽ ഒന്നാമത്തെ ട്രാൻസ്ഫോമർ, AC-യുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, എഫിഷ്യൻസി, എനർജി ലോസ് എല്ലാം പഠിച്ചിരിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ് പരീക്ഷകൾ ചോദിക്കാം. 28ാമത്തെ ചോദ്യം EMI ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ജനറേറ്റർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അതിന്റെ EMF എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്ന കാര്യം പഠിച്ചിരിക്കണം. വളരെ പോസിബിൾ ആണ്. ഇതല്ലെങ്കിൽ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ബയോട്ട് സാവേർട്സ് ലോ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ ചോദിക്കുന്നത്
ഓർ ബയോട്ട് സാവേർട്സ് ലോ ഓർ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗാൽവനോമീറ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ പരീക്ഷകൾ ചോദിക്കാം. എങ്ങനെയാണ് അമ്മീറ്റർ, എങ്ങനെയാണ് വോൾട്ടിമീറ്റർ ആക്കി മാറുക എന്ന രീതിയിലുള്ള ചോദ്യം പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബയോട്ട് സർവേർട്സ് ലോ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അതിന്റെ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയ ചോദ്യം. സർക്കുലർ ലൂപ്പ് പരീക്ഷയിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ളതാണ്. ലാസ്റ്റ് വൺ, പ്രിസം എന്തായാലും ഡിറൈവ് ചെയ്യുക. പ്രിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിസം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ആംഗിൾ പ്രിസം കൂടി പഠിച്ചു വയ്ക്കുക. സിമിലർ വേ ഒരു പോസിബിൾ ന്യൂമറിക്കൽ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത്രയും ചോദ്യങ്ങളാണ് പരീക്ഷയിൽ വരാൻ ഏറ്റവും പോസിബിലിറ്റിയുള്ള, ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇവയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി ചോദ്യങ്ങൾക്ക് കൊടുക്കുക. സൂപ്പർ 60 കാണുക, മറന്നു പോകരുത്. ഇന്നലത്തെ ലൈവ് കൂടി എല്ലാവരും കാണാത്തവർ കാണുക, ഗംഭീരമാക്കുക. ക്രിസ്മസ് പരീക്ഷ ഉഷാറായി തന്നെ പെർഫോം ചെയ്യുക കേട്ടോ.